പണ്ട് കണ്ടിരുന്ന കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫാമിലിനെയാണ് ഭരതനാട്യത്തിൽ കാണാൻ പറ്റുന്നത്. അതിന് തന്നെ കറക്റ്റായിട്ട് ഓവർ ബാലേട്ടൻ കളിക്കാത്ത ഒരു ഫാമിലി ആയിരുന്നു അത്. അപ്പം ഈ പറഞ്ഞതുപോലെ ബ്ലിസാറൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കുടുംബം തന്നെ വരണം, ഇച്ചിരി കോമിക്കായിട്ടും കൂടെ അത് കാണിക്കണം. അത് തന്നെയായിരുന്നോ ഈ ഭരതനാട്യത്തിൽ? അത് ആളുകൾക്ക് കണക്ട് ആവുകയും ചെയ്തു. എങ്ങനെ അതിനെ കാണുന്നത്? അല്ല, അത് തന്നെയാണ്. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് വരെയുള്ള സിനിമകളിലായിരുന്നല്ലോ നായകൻ എപ്പോഴും നന്മ ചിന്തിച്ച് നല്ലതിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് എല്ലാ കുറ്റവും തെറ്റൊക്കെ സ്വയം ഏറ്റെടുത്ത് അതൊന്നും എല്ലാവരും ചെയ്യുന്നില്ല. നമ്മുടെ ഇതിലത്തെ നായകനെ ഇങ്ങനത്തെ ഒരു ഇത് ഫേസ് ചെയ്തപ്പോൾ ആദ്യം വന്ന് എല്ലാവരോടും പറയുക ചെയ്ത് എന്താ ചെയ്യണ്ടേ എന്നാണ് പുള്ളി ചോദിക്കുന്നത് തന്നെ. അങ്ങനെ തന്നെയല്ലേ മിക്ക ഫാമിലി ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മിക്ക ഫാമിലിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും ഡിസ്കഷൻ പോവും. പിന്നെ എല്ലാവർക്കും ഉള്ളിലും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടാവുമല്ലോ. അത് ഇൻ ദ സെൻസ് വില്ലൻ എന്നുള്ള രീതിയിലല്ല, നല്ല മനുഷ്യരാണ്, ഇടയിലൊരു സ്വാർത്ഥത അവർക്ക് ഉണ്ടാവും. അപ്പോൾ അതൊരു രീതിയിലാണ് നമ്മൾ ഇതിലത്തെ ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും നമ്മൾ പിടിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പോഴത്തെ ജനറേഷനായിട്ട് നിൽക്കുന്ന പയ്യൻ മാത്രമേ ഇച്ചിരി ഇതായിട്ട് ചിന്തിക്കുന്നുള്ളൂ, മെനയിൽ ചിന്തിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഉള്ളിൽ അതുണ്ടെന്നുള്ള രീതിയിൽ തന്നെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിലിപ്പോൾ കണ്ടന്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ പണ്ട് താരങ്ങൾ പ്രമുഖരായ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിലേ സിനിമ ജയിക്കുള്ളൂ. അവരും മാറ്റത്തിൻ്റെ ഉൾപ്പാതയിൽ തന്നെയാണ്. അപ്പം മമ്മൂട്ടി ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയ പരീക്ഷണം, അദ്ദേഹം ടർബോ പോലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ പോലും ഇതുപോലെ ബ്രഹ്മയുഗം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്കും അവർ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അത്തരം പരീക്ഷണങ്ങളെ സാർ എങ്ങനെയാണ്? പ്രത്യേകിച്ച് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെയൊക്കെ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇപ്പോഴും അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. നമ്മളെക്കാളൊക്കെ ഒരു പക്ഷേ സിനിമയിൽ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയിലൊക്കെ അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറുകളെന്ന് പറയുന്നവരൊക്കെ വെറും നക്ഷത്രങ്ങൾ മാത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും മികച്ച തരത്തിലുള്ള. എന്നോട് എപ്പോഴും പലരും ഇതായിട്ട് ചോദിക്കാറുള്ള കാര്യമാണ് ഈ സിനിമയിലൊക്കെ മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെ അതായത് ആർട്ടിസ്റ്റുകളാണ് എല്ലാം വരുന്നത്. പക്ഷേ എനിക്ക് പകരമെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊരാളെന്ന് പറയുന്ന അത്രയും ഒരു ഇടത്തിൽ അല്ലെങ്കിൽ അത്രയും മനസ്സിലാക്കി സിനിമയെ കഥാപാത്രത്തിനെ മനസ്സിലാക്കി ചെയ്യുന്ന വലിയ മികച്ച അഭിനേതാക്കളോടെയാണ് അവർ. അപ്പോൾ അവർ ഏറ്റവും പുതിയ തലമുറയുമായിട്ട് ചേർന്ന് നിന്ന് സിനിമകൾ ചെയ്യാൻ കാണിക്കുന്ന താല്പര്യം എനിക്ക് തോന്നുന്നു നമുക്കാണ് ഏറ്റവും പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആദ്യ സിനിമ ഉണ്ടാകുന്നു. എന്നെ എടുത്തൊക്കെ ഞാനൊരു എഴുത്തുകാരനാകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ്. അപ്പം അദ്ദേഹത്തിന് വളരെയധികം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. എന്താ വെച്ചാൽ കാലഘട്ടത്തിനുണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത്. അല്ലാതെ ഞാനിങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയല്ല അത്. ഈ പറഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് പുതിയ ആൾക്കാരെയൊക്കെ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവർ സാധിക്കുന്നു എന്നുള്ളത്. അത് വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ലാംഗ്വേജിലേക്കൊക്കെ നോക്കുമ്പോഴാണ് ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.